ഓം ശാന്തി. മറ്റുള്ളവരുടെ ഹൃദയത്തെ എങ്ങനെ നമുക്ക് ജയിക്കാനാകും? ഈ ലോകത്ത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. നമ്മൾ പറയാറില്ലേ, ബന്ധങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ബന്ധങ്ങൾ നമുക്ക് സപ്പോർട്ടുള്ളവരാണെങ്കിൽ, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ജീവിതം നമുക്ക് സ്വർഗ്ഗ സമാനമായി തോന്നും. അതേസമയം നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ എതിർക്കുന്നവരാണെങ്കിൽ, നമുക്ക് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ, നമ്മുടെ വിമർശനാത്മകമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് മാത്രം നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ലോകം നരകമായി തോന്നിപ്പോവും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ ജയിക്കാനുള്ളൊരു ടെക്നിക്ക്, ഇത് ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കാനുള്ളൊരു ടെക്നിക്കാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുക എന്താണെന്നറിയോ, മറ്റുള്ളവരുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തണം എന്ന ആഗ്രഹത്തോടു കൂടി എല്ലാവരും ഞാനങ്ങനെ, ഞാനിങ്ങനെ, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഇങ്ങനെ സ്വന്തം കഥകളെ പാടി മറ്റുള്ളവരുടെ ഹൃദയത്തിലല്ല തലയിൽ പോയിരിക്കാൻ നോക്കുകയും അതോടുകൂടിയിട്ട് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ഒളിച്ചോടി പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നേക്കാൾ കൂടുതൽ അവരെ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരു കാര്യം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, ഷെയർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ പറയാതെ അവർ കേൾക്കുകയാണ്. അവർ പറയുന്ന കാര്യം കേൾക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പറയും, ഓ എൻ്റെ മനസ്സിന് ഭാരം പോയ പോലെ തോന്നുന്നു, എനിക്ക് എന്തു സുഖം തോന്നുന്നു, നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് സുഖം കിട്ടി, സന്തോഷം കിട്ടി എന്ന് പറയും. അതേസമയം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോൾ നിങ്ങളുടെ കാര്യത്തെ അങ്ങോട്ട് കുറേ കേൾപ്പിച്ചു കൊടുത്ത ശേഷം എന്നാൽ ഇനി പോട്ടെ എന്ന് പറയുമ്പോൾ അവർ പറയും, എൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടായിരുന്നു, പറയാൻ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു, അത് പറയാൻ പറ്റിയില്ല, അത് കാരണം എൻ്റെ മനസ്സിനൊരു സുഖമായിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്യും. എല്ലാ ബന്ധങ്ങളും ആരാണോ മറ്റുള്ളവരുടെ വിഷമത്തിന് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കേൾക്കാനും അറിയാനും തയ്യാറാവുന്നത്, അവരുടെ കൂടെ നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ കീഴടക്കാനുള്ളതായിരിക്കുന്ന നമ്പർ 1 മെത്തേഡ് എന്ന് പറയുന്നത് കേൾക്കലാണ്, അല്ലാതെ കേൾപ്പിക്കലല്ല. എല്ലാവർക്കും ഇഷ്ടം പറയാനാണ്, കേൾക്കാൻ ഇഷ്ടം ഒരു വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ കാണുന്നത്, കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് എല്ലാവരും വന്നു ചേരാനും പറയാനും തയ്യാറാവും, കേൾപ്പിക്കാൻ ഇഷ്ടമുള്ളവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ എല്ലാവരും തയ്യാറാവും. അതുകൊണ്ട് ഒറ്റ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരു നമ്പർ 1 ടെക്നിക്കാണ്, നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി തയ്യാറാവും. കേൾക്കുക എന്ന് വെച്ചാൽ അർത്ഥം പറഞ്ഞങ്ങ് കഴിയട്ടെ എന്നിട്ട് എനിക്ക് എൻ്റെ കാര്യം പറയണം, അതല്ല കേൾക്കൽ. കേൾക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഏത് ഇമോഷൻസിൽ, ഏത് ഫീലിങ്സിൽ, ഏത് അവസ്ഥയിൽ അവർ പറയുന്നുണ്ടോ അവരുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, ആ ഇമോഷൻസിൽ നിന്നുകൊണ്ട് അവരുടെ ഫീലിങ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കാൻ തയ്യാറാവുമ്പോൾ അവിടെ അറിയാതെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു കമ്മ്യൂണിക്കേഷനും ആ ഹൃദയങ്ങളുടെ ഒരു കൂടിച്ചേരലും നടക്കും. ഇങ്ങനെയാണ് സ്നേഹബന്ധങ്ങളെ നമുക്കുണ്ടാക്കാനായി സാധിക്കുന്നത്. അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളെ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നല്ല സഹപാഠികളെ നമുക്കുണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെയാണ് നല്ല സഹപ്രവർത്തകരെ നമുക്കുണ്ടാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇതൊരു നമ്പർ 1 ടെക്നിക്കാണ്, ഒരു സീക്രട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. കേൾക്കാനാണ് നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ അടുത്ത് എല്ലാവരും കൂട്ടുകൂടാൻ തയ്യാറാവും. കേൾപ്പിക്കാനാണ് തയ്യാറെങ്കിൽ ഓടിപ്പോവാനും തയ്യാറാവും. അതുകൊണ്ട് കേൾക്കാനുള്ളൊരു മനസ്സ് കൊണ്ടുവന്ന ഹൃദയങ്ങളിൽ നമുക്ക് അവർ കസേരയിട്ട് തരും ഇരിക്കാനായിട്ട്. നിങ്ങൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഗുണം സ്വന്താക്കണം. കേൾപ്പിക്കാനല്ല, കേൾക്കാൻ തയ്യാറാവൂ. നല്ല ബന്ധങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും, ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇത് ശ്രദ്ധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.